കരിയറിലായാലും ബന്ധങ്ങളിലായാലും വ്യക്തിഗത വളർച്ചയിലായാലും നമ്മളെല്ലാവരും വിജയം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? എന്നാൽ യഥാർത്ഥ വിജയം, അതായത് ആന്തരിക സമാധാനം നൽകുന്ന ഒരു വിജയം എന്ന് പറയുന്നത് ബാഹ്യലോകത്ത് നിന്ന് മാത്രം ലഭിക്കുന്നതല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചില ആളുകൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പുറത്തു വരാനും എല്ലാ വെല്ലുവിളികളെയും നേരിടാനും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനും കഴിയാറുണ്ട്. അവരുടെ കയ്യിൽ ഒരു രഹസ്യ ഫോർമുല ഉള്ളതുപോലെയായിരിക്കും അവരെപ്പോഴും ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. എന്നാൽ ചിലരാകട്ടെ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും എവിടെയായിരുന്നോ അവിടെ തന്നെ തുടരുന്നു. ഇത് വെറും ഭാഗ്യമാണോ, അതോ നമ്മൾ കാണാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോ ഇതിനിടയിൽ? നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ ഒരു റോഡ് മാപ്പ് ഉണ്ട്. എന്ത് ചെയ്യണം എന്ന് മാത്രമല്ല, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ തീരുമാനമെടുക്കണം, എങ്ങനെ സ്വയം രൂപാന്തരപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന ഒരു മാപ്പ്. ആ മാപ്പിലൂടെ നിങ്ങൾക്ക് കൃത്യമായ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്താൻ സാധിക്കില്ലേ? അതെ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ആ റോഡ് മാപ്പാണ് ഇന്ന് ഓഡിയോപീഡിയ പങ്കുവയ്ക്കുന്ന ദി 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന ഈ പുസ്തകം. ഇതൊരു മാന്ത്രിക വിദ്യയെക്കുറിച്ചോ കുറുക്കുവഴികളെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. മറിച്ച് ഇത് നിങ്ങളുടെ സ്വഭാവത്തെ സ്പർശിക്കുന്ന ആഴത്തിലുള്ള ശീലങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ശീലങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുക്കുന്നു. ചിന്തകൾ മാറുമ്പോൾ പ്രവൃത്തികളും മാറുന്നു. പ്രവൃത്തികൾ മാറുമ്പോൾ ഫലങ്ങൾ തനിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. അതുകൊണ്ട് വ്യക്തതയും ആത്മവിശ്വാസവും ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു മനോഭാവവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇന്ന് നമ്മൾ 7 ശക്തമായ ശീലങ്ങളാണ് ഈ വീഡിയോ കണ്ട് വളർത്തിയെടുക്കാൻ പോകുന്നത്. ഇത് നിങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുക മാത്രമല്ല, മികച്ചൊരു മനുഷ്യനാക്കി തീർക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് പങ്കുവയ്ക്കുന്ന പുസ്തകം വെറും ഒരു പുസ്തകമല്ല, ആത്മബോധത്തിൽ നിന്ന് ആത്മനിയന്ത്രണത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇന്ന് നിങ്ങൾ ഈ യാത്ര ആരംഭിക്കാൻ തയ്യാറാണോ? അങ്ങനെ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ദി ബുക്ക് സമ്മറി ഓഫ് ദി 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. ആദ്യത്തെ ശീലം നോക്കാം. ബി പ്രോആക്റ്റീവ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഫലമാണോ അതോ സാഹചര്യങ്ങളുടെ ഫലമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് ഓഫീസിലെ രാഷ്ട്രീയം, കുടുംബസമ്മർദ്ദം അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെന്നാണ്. എന്നാൽ നിങ്ങളുടെ പ്രതികരണങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ അനുഭവപ്പെടണം, എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ എങ്ങനെയുണ്ടാകും? ഇതാണ് ആദ്യത്തെ ശീലം എന്ന് പറയുന്ന പ്രോ ആക്റ്റീവ് ആയിരിക്കുക എന്നത്. പ്രോ ആക്റ്റീവ് ആയിരിക്കുക എന്നതിനർത്ഥം എപ്പോഴും തിരക്കിലായിരിക്കുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ പ്രവൃത്തികളുടെയും പ്രതികരണങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ്. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്ത് ചെയ്യാനാ, എൻ്റെ വിധി മോശമാണ്, അല്ലെങ്കിൽ ആ ആളുകൾ അങ്ങനെയാണ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ. എന്നാൽ ഇതെല്ലാം ഒരു റിയാക്റ്റീവ് വ്യക്തിയുടെ അടയാളങ്ങളാണ്. റിയാക്റ്റീവായ ആളുകൾ അവരുടെ വികാരങ്ങളെയും മാനസികാവസ്ഥയെയും ബാഹ്യലോകത്തിനനുസരിച്ച് പോകാൻ അനുവദിക്കുന്നു. കാലാവസ്ഥ മോശമാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ മോശമാകും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ആ ദിവസം മുഴുവൻ നശിച്ചു. എന്നാൽ പ്രോ ആക്റ്റീവ് ആയ ആളുകൾ തങ്ങളുടെ ശക്തി സ്വയം കണ്ടെത്തുന്നു. അവരുടെ മനോഭാവം ഇവയൊന്നും എന്നെ ബാധിക്കില്ല എന്നാണ്. ഞാൻ എൻ്റെ നിലപാടിൽ ജീവിക്കും, മുന്നോട്ടു പോകും, ഞാനാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്നാണ് അവരുടെ ചിന്ത. നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അത് വാട്സപ്പ് മെസ്സേജുകളും വാർത്തകളും കൊണ്ടാണോ തുടങ്ങുന്നത്? നിങ്ങൾ പ്രതികരിക്കുകയാണോ അതോ ബോധപൂർവം പ്രവർത്തിക്കുകയാണോ ചെയ്യാറ്? പ്രോ ആക്റ്റീവ് ആയിരിക്കുക എന്നതിനർത്ഥം പ്രേരണയ്ക്കും പ്രതികരണത്തിനും ഇടയിലുള്ള ഒരിടമുണ്ട്. ആ ഇടം തിരിച്ചറിയുക എന്നതാണ്. ആ ഇടത്തിലാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യമിരിക്കുന്നത്. നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ ശക്തി എല്ലാം അവിടെയാണുള്ളത്.
ഒരാൾ നിങ്ങളെ അപമാനിച്ചു എന്ന് കരുതുക. ഒരു റിയാക്റ്റീവ് വ്യക്തി ഉടനടി ദേഷ്യപ്പെടും. എന്നാൽ ഒരു പ്രോ ആക്റ്റീവ് വ്യക്തി ഒന്ന് നിർത്തും, ചിന്തിക്കും, എന്നിട്ട് അവന്റെ മൂല്യങ്ങളുമായി യോജിക്കുന്ന ഒരു പ്രതികരണം തിരഞ്ഞെടുക്കും. പ്രോ ആക്റ്റീവായ ആളുകൾ സ്വയം ചോദിക്കുന്നത് എനിക്ക് എന്താണ് വേണ്ടത് എന്നല്ല, മറിച്ച് എനിക്ക് ഏത് തരം വ്യക്തിയാകണം എന്നാണ്. ഈ ചോദ്യം നിങ്ങളുടെ ദിശാബോധം നിർവചിക്കുന്നു. നിങ്ങൾ പ്രോ ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾ ഇരയാകുന്നത് നിർത്തുന്നു, കുറ്റം പറയുന്നത് നിർത്തുന്നു, ഒഴിവ് കഴിവുകൾ പറയുന്നത് നിർത്തുന്നു. കൂടാതെ ഒരു പുതിയ വ്യക്തിത്വം സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. സ്വന്തം ജീവിതത്തെ സ്വയം നയിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ഈ ശീലം എളുപ്പമല്ല, കാരണം ഇതിന് നിങ്ങളെ തന്നെ, നിങ്ങളുടെ ചിന്തകളെ നേരിടേണ്ടതുണ്ട്, നിങ്ങളുടെ ചിന്തകളെ വെല്ലുവിളിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ശീലമാണ് ഇനി വരുന്ന 6 ശീലങ്ങളുടെയും അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ പ്രോ ആക്റ്റീവ് മനോഭാവം നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിനാൽ ഇന്നു മുതൽ ഒരു ചെറിയ ചുവട് വയ്ക്കുക. നിങ്ങളുടെ ചിന്തകളുടെ ഭാഷ മാറ്റുക. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ ശ്രമിക്കും എന്ന് പറയുക. എനിക്ക് സമയമില്ല എന്ന് പറയുന്നതിന് പകരം ഇതെന്റെ മുൻഗണനയല്ല എന്ന് പറയുക. കാരണം നിങ്ങൾ പ്രോ ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളെ മാത്രമല്ല മാറ്റുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റുന്നു. ഒരു വ്യക്തി സ്വയം മാറുമ്പോൾ ലോകം മുഴുവൻ മാറാൻ തുടങ്ങുന്നു. ഇനി രണ്ടാമത്തെ ശീലം നോക്കാം. ജീവിതത്തിന്റെ അവസാനം മനസ്സിൽ കണ്ടു തുടങ്ങുക എന്നതാണ് രണ്ടാമത്തെ ശീലം. ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ സ്വന്തം ശവസംസ്കാര ചടങ്ങിൽ നിൽക്കുന്നതായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതെ, നിങ്ങൾ ശരിയാണ് കേട്ടത്. നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ എല്ലാവരും അവിടെയുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ചിന്തിക്കുക, അവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു എന്നാണോ? അതോ അദ്ദേഹം ഹൃദയം കൊണ്ട് സത്യസന്ധനായിരുന്നു എന്നാണോ? അദ്ദേഹം നല്ല സ്നേഹമുള്ളവനായിരുന്നു, പരോപകാരിയായിരുന്നു എന്നൊക്കെയാണോ? ഇതാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ ശീലം. അവസാനം മനസ്സിൽ കണ്ടു തുടങ്ങുക. അതായത് ഏതൊരു കാര്യവും ആരംഭിക്കുന്നതിനു മുമ്പ് ആ കാര്യത്തിന്റെ അവസാനം, അതിന്റെ അന്തിമ ഫലം നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിരിക്കണം. ഈ ശീലത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ വ്യക്തതയോടെ ജീവിക്കുക എന്നതാണ്. നമ്മൾ നമ്മുടെ ജീവിതം വെറുതെ ജീവിക്കുകയല്ല, മറിച്ച് രൂപകൽപ്പന ചെയ്യുകയാണ് ചെയ്യുന്നത്. പലരും തിരക്കിലാണ്, കഠിനാധ്വാനം ചെയ്യുന്നുമുണ്ട്. പക്ഷേ അവർ തെറ്റായ പടികളാണ് കയറിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം, അല്ലെങ്കിൽ വഴി തെറ്റി പഴയ വഴിയെ തന്നെ താഴേക്ക് വരേണ്ടിയും വരാം. സങ്കൽപ്പിക്കുക, നിങ്ങളൊരു മതിലിൽ കയറാൻ എല്ലാ ശക്തിയും എടുത്ത് ഗോവണി വെച്ച് കയറുന്നു. മുകളിലെത്തുമ്പോൾ അത് തെറ്റായ മതിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് ഈ മതിലല്ല കയറേണ്ടത്, മറ്റൊരു മതിലാണ് എന്ന് തോന്നിയാൽ എന്ത് സംഭവിക്കും? വീണ്ടും ഇതേ പ്രയത്നം മറ്റൊരിടത്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ പ്രയത്നത്തിൽ നിന്ന് പോലും പിന്മാറും. അതുതന്നെയാണ് ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മൾ ചിന്തിക്കാതെ ഓടിക്കൊണ്ടേയിരിക്കുന്നു, എല്ലാറ്റിൻ്റെയും പിന്നാലെ ഓടുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുന്നേയില്ല. അവസാനം മനസ്സിൽ കണ്ടു തുടങ്ങുക എന്നതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വ്യക്തമായ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുക എന്നതാണ്. ഒരു ആർക്കിടെക്റ്റ് ഓരോ കെട്ടിടവും നിർമ്മിക്കുന്നതിന് മുൻപ് അതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപരേഖ തയ്യാറാക്കണം. നിങ്ങൾക്ക് ആരാകണം, നിങ്ങളുടെ ലക്ഷ്യമെന്താണ്, നിങ്ങളുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ. നിങ്ങൾക്ക് ഈ വ്യക്തതയുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങളും വ്യക്തമായിരിക്കും. അപ്പോൾ എല്ലാം ചെയ്യണം എന്ന ആശയക്കുഴപ്പത്തിൽ നിങ്ങൾ പെടുകയില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടുന്നവ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ദൗത്യം എന്താണെന്ന്, ജീവിത ലക്ഷ്യമെന്താണെന്ന് ചിന്തിക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു ദിശ നൽകുന്ന ഒന്നായിരിക്കും ഈ തിരിച്ചറിവ്. നിങ്ങളുടെ അവസാനം നിങ്ങൾ വ്യക്തമായി കാണുമ്പോൾ നിങ്ങളുടെ മുൻഗണനകൾ മാറാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ അടിയന്തര കാര്യങ്ങളെന്ന് കരുതി എല്ലാത്തിനും പിന്നാലെ ഓടുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കുന്നില്ല.
നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. ഈ ശീലത്തിന് ഒരു വൈകാരിക സത്യമുണ്ട്. അതായത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ 2 തവണയാണ് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് സങ്കല്പത്തിൽ, മറ്റൊന്ന് റിയലായി നമ്മുടെ എല്ലാം ജീവിതത്തിൽ. കാര്യങ്ങൾ 2 തവണയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ആദ്യമായി നമ്മുടെ മനസ്സിലും, രണ്ടാമതായി അത് ബാഹ്യലോകത്തിൽ യഥാർത്ഥമായി സൃഷ്ടിക്കപ്പെടാൻ നമ്മൾ പാടുപെടുന്നു. അപ്പോൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യത്തെ സൃഷ്ടി നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതാണോ? അതോ ലോകം, സമൂഹം, മറ്റാളുകൾ എന്നിവർ ചേർന്നാണോ അത് ചെയ്തിരിക്കുന്നത് എന്ന്? നിങ്ങളുടെ ഇന്നത്തെ ജീവിതാവസ്ഥയുടെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. ഇനിയൊരു മാറ്റം തീർച്ചയായും സാധ്യമാണ്. അതിനാൽ ഇനി പറയുന്ന ശീലങ്ങൾ കൂടി നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ സ്വയം ചോദിക്കുക, എന്റെ ജീവിതം അവസാനിക്കുമ്പോൾ എന്നെക്കുറിച്ച് എനിക്ക് എന്ത് തോന്നാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. എന്നിട്ട് ആ കാഴ്ചപ്പാടോടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുക. കാരണം ദിശാബോധം ശരിയല്ലെങ്കിൽ വേഗതയ്ക്ക് ഒരർത്ഥവുമില്ല. അവസാനം മനസ്സിൽ കണ്ടു തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം ആദ്യമായി ശരിക്കും നിങ്ങളുടേതായി മാറുന്നത് നിങ്ങൾ അനുഭവിച്ചറിയും. ഇനി 3ാമത്തെ ശീലം നോക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്നതാണ് 3ാമത്തെ ശീലം. നമുക്കെല്ലാവർക്കും ദിവസത്തിൽ 24 മണിക്കൂറേയുള്ളൂ. എന്നിട്ടും ചിലർ എല്ലാ ദിവസവും തങ്ങളുടെ സ്വപ്നങ്ങളോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു. മറ്റു ചിലരാണെങ്കിൽ ദിവസം കഴിയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത്? കാരണം സമയത്തിന്റെ അളവിലല്ല വ്യത്യാസം, മറിച്ച് മുൻഗണനകളിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതാണ് 3ാമത്തെ ശീലം, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ പഠിക്കുക. ഇത് കേൾക്കുമ്പോൾ ഇതൊരു ടൈം മാനേജ്മെന്റ് കാര്യമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇല്ല, ഇത് അതിലും ആഴത്തിലുള്ള ഒരു കാര്യമാണ്. ഈ ശീലം നിങ്ങളോട് സമയം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളെ തന്നെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ചിന്തിക്കുക, ഒരു ദിവസം മുഴുവൻ നിങ്ങൾ തിരക്കിലായിരുന്നു, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചെയ്യേണ്ടിയിരുന്ന ആ കോൾ, കുടുംബത്തിനൊപ്പം ചിലവഴിക്കേണ്ടിയിരുന്ന നിമിഷങ്ങൾ, വായിക്കേണ്ടിയിരുന്ന ആ പുസ്തകം, എഴുതേണ്ടിയിരുന്ന ആ ആശയം, ഞാൻ എത്തിപ്പെടേണ്ട സ്ഥലങ്ങൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാം മാറ്റിവെക്കപ്പെടുന്നു. കാരണം ഇടയ്ക്ക് അടിയന്തരമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ കടന്നു വന്നതാണ്. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്ന അത്ര എമർജൻസി ആയിരിക്കണമെന്നില്ല പെട്ടെന്നെത്തുന്ന കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം. കാര്യങ്ങളെ വേർതിരിച്ച് നോക്കിക്കാണാൻ ശ്രമിക്കണം. ഓരോ എമർജൻസി കാര്യവും പ്രധാനപ്പെട്ടതായിരിക്കണമെന്നില്ല. ഓരോ പ്രധാനപ്പെട്ട കാര്യവും അടിയന്തരമായിരിക്കണമെന്നുമില്ല. ഉദാഹരണത്തിന്, ഒരു ഇമെയിലിന് മറുപടി നൽകുന്നത് എമർജൻസി ആയിരിക്കാം. എന്നാൽ നിങ്ങൾ ശാരീരികമായി ഒട്ടും വയ്യാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഏതിന് പ്രാധാന്യം നൽകും? അവിടെ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മിക്കവാറും ആളുകളും അടിയന്തര ജോലികളിൽ കുടുങ്ങി അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മറന്നു പോകുന്നവരാണ്. കാരണം അടിയന്തര ജോലികൾ നിങ്ങളുടെ ശ്രദ്ധയെ വലിച്ചു കൊണ്ടുപോകും. അവ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിശബ്ദമായിരിക്കും. ഇപ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ മുൻഗണനകൾക്കനുസരിച്ചാണോ ജീവിക്കുന്നത്, അതോ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചാണോ എന്ന്? പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്നത് നിങ്ങളുടെ റോളുകളും ലക്ഷ്യങ്ങളും തിരിച്ചറിയാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളൊരു മകനോ മകളോ ഭർത്താവോ അച്ഛനോ സംരംഭകനോ വിദ്യാർത്ഥിയോ സുഹൃത്തോ ഒക്കെ ആകാം. ഓരോ റോളിലും നിങ്ങൾക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഓരോ റോളിനും ചില അർത്ഥവത്തായ ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവയെക്കുറിച്ച്, നിങ്ങളുടെ ചുമതലകളെക്കുറിച്ച് വ്യക്തത ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ദിവസവും ലക്ഷ്യബോധമുള്ളതാകും. അച്ചടക്കവും ഇവിടെ പ്രധാനമാണ്. രാവിലെ നേരത്തെ ഉണരുന്നത്, ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുന്നത്, അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം ആനന്ദം നൽകുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല. കുറച്ച് ബോറിംഗ് ആണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശീലങ്ങളാണിവ. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്നതിനർത്ഥം നിങ്ങളുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തുവരിക,
ദൈനംദിന തീരുമാനങ്ങളിൽ നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിക്കുക. ഏറ്റവും പ്രധാനമായി നോ പറയാൻ പഠിക്കുക എന്നതാണ്. കാരണം നിങ്ങൾ എല്ലാവരോടും അതെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളോടാണ് നിങ്ങൾ ഇല്ല എന്ന് പറയുന്നത്. നിങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്, ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്റെ സങ്കല്പ ജീവിതത്തിലേക്ക് എന്നെ എത്തിക്കുമോ എന്ന്. ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്തി ചിന്തിക്കണം. കാരണം ആത്യന്തികമായി വിജയിക്കുന്ന ആളുകൾ എല്ലാം ചെയ്യുന്നവരല്ല, മറിച്ച് ശരിയായ കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നവരാണ്. ഇന്ന് തീരുമാനിക്കുക, നിങ്ങൾ പ്രതികരണങ്ങളിലല്ല പ്രവർത്തികളിലാണ് ജീവിക്കുക എന്ന്. നിങ്ങൾ തിരക്കിലായിരിക്കുകയല്ല വേണ്ടത്, ഫലപ്രദമായി സമയത്തെ വിനിയോഗിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ജീവിതം ദിശാബോധമില്ലാതെ ചുറ്റിത്തിരിഞ്ഞ് നശിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇനി മുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. നിങ്ങളുടെ മുൻഗണനകൾ എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വമായി മാറുന്നു എന്ന് സ്വയം കാണുക. 4ാമത്തെ ശീലം തിങ്ക് വിൻ വിൻ എന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുമായോ ജീവിത പങ്കാളിയുമായോ സഹപ്രവർത്തകനുമായോ അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന് ചിന്തിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ തവണയും ഞാൻ തന്നെ ജയിക്കണമെന്ന് തോന്നാറുണ്ടോ? അതോ മറ്റൊരാൾ ജയിച്ചാൽ നിങ്ങൾക്ക് അപമാനകരമായി അനുഭവപ്പെടാറുണ്ടോ? നമ്മൾ വളർന്നു വന്ന ലോകത്ത് ഒരു പൊതുവായ ചിന്താഗതിയുണ്ട്, ഒന്നുകിൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ അവർ ജയിക്കും. ജീവിതം ഒരു മത്സരമാണെന്നാണ് കരുതുന്നത്. അതിൽ ഒരാളുടെ വിജയം മറ്റൊരാളുടെ തോൽവിയായി മാറുന്നു. എന്നാൽ ജീവിതം ശരിക്കും ഒരു മത്സരം മാത്രമാണോ? ഓരോ ഇടപെടലിലും ആരെങ്കിലും ഒരാൾ തോൽക്കുമ്പോൾ അതിനെ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടോ? തിങ്ക് വിൻ വിൻ എന്ന ഈ 4ാമത്തെ ശീലത്തിൽ പറയുന്നത് ഇതാണ്. എല്ലാവരും വിജയം നേടുന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. അതായത് എനിക്കും നിങ്ങൾക്കും ഒക്കെ വിജയിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹം. അവിടെയാണ് പരാജയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നത്. അതേസമയം ബന്ധങ്ങൾക്കിടയിൽ സഹകരണം എന്ന ഒരു അടിസ്ഥാന തത്വം കൊണ്ടുവന്നാൽ, അത്തരമൊരു മാനസികാവസ്ഥ നിങ്ങൾ വലുതാക്കിയെടുത്താൽ അവിടെ ജയപരാജയങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ഒരിക്കലും കടന്നുവരില്ല. മറ്റൊരാളുടെ ചിന്തകളെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയാണ് ഉണ്ടാവുക. നമ്മൾ മറ്റുള്ളവരുമായി മത്സരിക്കുന്നില്ല, മറിച്ച് സഹകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആരെയും താഴെ ഇറക്കി ഉയരുന്നില്ല, മറിച്ച് പരസ്പരം താങ്ങായി ഉയരുകയാണ് ചെയ്യുന്നത്. മറ്റൊരാളുടെ വിജയം കണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചെറിയ അസൂയ തോന്നിയിട്ടുണ്ടോ? പലതവണ അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ പ്രശംസിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അവർ മറ്റൊരാളെ പ്രശംസിച്ചപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? ഈ വികാരങ്ങൾ വളരെ സ്വാഭാവികമാണ്. കാരണം നമ്മൾ താരതമ്യത്തിന്റെ ഒരു സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയുക, ചിന്താഗതികൾ ഒരിക്കലും വളർച്ചയിലേക്ക് നയിക്കില്ല എന്ന്. പകരം ചിന്തകളെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുക. എന്തിനേയും പ്രകോപനപരമായി കാണാതെ നിങ്ങളുടെ ഈഗോ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. ഈ ശീലം നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. മറ്റുള്ളവരുടെ വിജയവും നിങ്ങളെ സന്തോഷിപ്പിക്കണം. സ്നേഹിക്കുന്നവർക്കു വേണ്ടി തോറ്റുകൊടുക്കുന്നത് ഒരിക്കലും തോൽവിയായി കാണേണ്ടതില്ല. പകരം അവിടെ വിജയിക്കുന്നത് നിങ്ങളാണ്. ആ ആന്തരിക ആനന്ദം നിങ്ങൾ മാത്രമാണ് അറിയുന്നത് എന്ന് മാത്രം. മറ്റുള്ളവരുടെ വിജയം അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സത്യസന്ധത, പക്വത, മറ്റുള്ളവരുടെ ആശയങ്ങളെ ബഹുമാനിക്കാനുള്ള കഴിവ് ഇവയെല്ലാം ആവശ്യമാണ്. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് വിജയം എന്ന ധാരണയില്ലാത്തവർ എന്നും അജ്ഞതയിൽ ജീവിക്കുന്നവരാണ്. സ്നേഹം, ബഹുമാനം, വിജയം എന്നിവയെല്ലാം അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അതേസമയം മറ്റൊരാളുടെ വിജയം എന്റെ വിജയത്തെ കുറയ്ക്കുന്നില്ല, മറിച്ച് നമുക്കൊരുമിച്ച് നിന്ന് കൂടുതൽ വിജയങ്ങൾ നേടാൻ കഴിയുമെന്ന മനോഭാവത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അവിടെ നിങ്ങൾ ഉയരുന്നു, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുന്നു. ഇത്തരം ചിന്തയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അവിടെ 2 കക്ഷികളും വളരുന്നു. അഹംഭാവപരമായ യുദ്ധങ്ങളില്ല, മറിച്ച് പരസ്പര ബഹുമാനമുണ്ട്. അവിടെ നിങ്ങളുടെ വിജയം മറ്റൊരാളുടെ തോൽവിയാകുന്നില്ല. ഒപ്പം നിൽക്കുന്നവരുടെ വിജയം ഉൾക്കൊള്ളാനുള്ള മാനസിക വലുപ്പം നിങ്ങൾക്കുണ്ടായിരിക്കുകയും ചെയ്യും. ബിസിനസ്സിലോ ചർച്ചകളിലോ മാത്രമല്ല, ദാമ്പത്യത്തിലും മാതാപിതാക്കളുടെ കാര്യത്തിലും സൗഹൃദങ്ങളിലും സ്നേഹബന്ധങ്ങളിലുമൊക്കെ
ഈ ശീലം പ്രാവർത്തികമാണ്. നിങ്ങൾ നിങ്ങൾക്കായി വിജയം ആഗ്രഹിക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ എതിരെ നിൽക്കുന്നവർക്കും വിജയം ആഗ്രഹിക്കുക. കാരണം യഥാർത്ഥ വിജയം ഒറ്റയ്ക്ക് നേടുന്നതല്ല, എല്ലാവരുമായി ഒരുമിച്ച് വിജയിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം ജീവിതത്തിൽ സംഭവിക്കുന്നത്. 5ാമത്തെ ശീലം നോക്കാം. ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് മനസ്സിലാക്കപ്പെടാൻ. ആരെങ്കിലുമായി സംസാരിക്കുമ്പോൾ മറ്റേയാൾ കേൾക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മറിച്ച് മറുപടി പറയാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ഇങ്ങനെയാണോ നിങ്ങളും പെരുമാറാറ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ മനുഷ്യർ സ്വാഭാവികമായും സംസാരിക്കാൻ തിടുക്കം കാട്ടുന്നവരാണ്. ആളുകൾ നമ്മളെ മനസ്സിലാക്കണമെന്നും നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കണമെന്നും നമ്മുടെ വാക്കുകൾ അംഗീകരിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ബന്ധങ്ങളുടെ ആദ്യ പടി മനസ്സിലാക്കുക എന്നതാണ്. വെറുതെ സംസാരിക്കുകയല്ല എന്ന് നമ്മൾ മറന്നു പോകുന്നു. ഇതാണ് 5ാമത്തെ ശീലം. ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് മനസ്സിലാക്കപ്പെടാൻ. അതായത് നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ അവരുടെ വാക്കുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അടുത്ത സുഹൃത്തോ ബന്ധുവോ അവരുടെ വേദന, നിരാശ അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്നിവയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ പൂർണ്ണമായി കേൾക്കാറുണ്ടോ? അതോ ഉടൻ തന്നെ ഉപദേശം നൽകാൻ തുടങ്ങുകയാണോ പതിവ്? മിക്കവാറും ആളുകൾ മറ്റേയാൾ ഏത് മാനസികാവസ്ഥയിലാണെന്നോ അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്നോ അറിയാതെ ഉപദേശം നൽകാൻ തിടുക്കം കാണിക്കുന്നു. സങ്കൽപ്പിക്കുക, ഒരു ഡോക്ടർ നിങ്ങളോട് ചോദിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു മരുന്ന് നൽകിയാൽ എങ്ങനെയിരിക്കും? നിങ്ങൾക്ക് ആ ഡോക്ടറിൽ വിശ്വാസം വരുമോ? ഇല്ല. അപ്പോൾ ബന്ധങ്ങളിൽ എന്തിനാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്? സഹാനുഭൂതിയോടെയുള്ള കേൾവി, അതായത് എംപത്തറ്റിക് ലിസണിംഗ് എന്ന് പറയുന്നത് വാക്കുകൾ മാത്രമല്ല, വികാരങ്ങളെയും ഒരാളുടെ വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന നിശബ്ദതയെ കൂടി കേൾക്കുക എന്നതാണ്. ഒരു സഹാനുഭൂതിയുള്ള ശ്രോതാവാകാൻ നിങ്ങൾ ശ്രമിക്കുക. പ്രതികരിക്കാൻ തിടുക്കം കാണിക്കാതിരിക്കുക. ഹൃദയത്തിൽ നിന്ന് മാത്രം നിരീക്ഷിക്കുക. നിങ്ങൾ ഒരാളെ പൂർണ്ണ ഹൃദയത്തോടെ കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് കേൾക്കപ്പെട്ടതായി മാത്രമല്ല മനസ്സിലാക്കപ്പെട്ടതായും തോന്നും. ഇതാണ് മനുഷ്യന്റെ ഒരു ആവശ്യകത, മനസ്സിലാക്കപ്പെട്ടതായി തോന്നുക എന്നത്. ഇനി 2ാമത്തെ കാര്യമായ മനസ്സിലാക്കപ്പെടുക എന്ന ആശയം നോക്കാം. നിങ്ങൾ ആദ്യം മറ്റൊരാളെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വാധീനം പല മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ ശരിക്കും ശ്രദ്ധിക്കും. കാരണം നിങ്ങൾ അവരെ ബഹുമാനിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു എന്നതുകൊണ്ട്. ഫലപ്രദമായ ആശയവിനിമയം നല്ല വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ബന്ധങ്ങളിലൂടെ കൂടിയാണ് ഉണ്ടാകുന്നത്. ഒന്ന് ചിന്തിക്കൂ, വീട്ടിൽ, ഓഫീസിൽ, സുഹൃത്തുക്കൾക്കിടയിൽ എത്ര തവണ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന്. നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് മാത്രമാണ് അത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് അവരുടെ വാക്കുകൾ കേൾക്കപ്പെടണമെന്നും അവരുടെ വികാരങ്ങൾക്ക് പ്രാബല്യം നൽകണമെന്നുമാണ്. ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് മനസ്സിലാക്കപ്പെടാൻ. ഇത് ഒരു തന്ത്രമല്ല, ഇതൊരു ചിന്താഗതിയാണ്. ഏറ്റവും മനോഹരമായ കാര്യം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ തന്നെ ഒരു പുതിയ രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾ തുടങ്ങുന്നു എന്നത്. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അവരുടെ കഥയുമായി വരുമ്പോൾ അവരെ തടസ്സപ്പെടുത്താതെ എന്ത് മറുപടി നൽകണമെന്ന് ചിന്തിക്കാതെ കേൾക്കുക. ഒരു തവണ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു പക്ഷേ ഈ ശ്രമം ഒരാളുടെ ജീവിതം മുഴുവൻ മാറ്റിയേക്കാം. 6ാമത്തെ ശീലം സഹവർത്തിത്വം, സിനർജൈസ്. 2 പേർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഫലം വെറും 1+1=2 ആണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോൾ ഈ ഫലം 1+1=11 എന്നായിരിക്കുമെങ്കിലോ? ഈ മാന്ത്രികതയെയാണ് സിനർജി എന്ന് പറയുന്നത്. സിനർജി ചെയ്യുക എന്നതിനർത്ഥം ഒറ്റയ്ക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത ഒന്ന് ഒരുമിച്ച് സൃഷ്ടിക്കുക എന്നതാണ്. നിങ്ങളുടെ ചുറ്റും എല്ലാ കാര്യങ്ങളിലും ഒറ്റയ്ക്ക് തിളങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറ്റുള്ളവരുടെ വാക്കുകൾ മുറിച്ചുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന, സ്വയം ശരിയാണെന്ന് തെളിയിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ. മറുവശത്ത് ഒരുമിച്ച് ചിന്തിക്കുന്ന, പരസ്പരം
കഴിവുകളെ അഭിനന്ദിക്കുന്ന, വ്യത്യാസങ്ങളെ ആഘോഷിക്കുന്ന ആളുകളുമുണ്ട്. വ്യത്യാസങ്ങളെ ഭീഷണിയായിട്ടല്ല, ശക്തിയായി കാണുന്നതിലൂടെയാണ് സിനർജി ജനിക്കുന്നത്. ഓരോ ഉപകരണത്തിന്റെയും ശബ്ദം വ്യത്യസ്തമാണ്. എന്നാൽ അവ ഒന്നിച്ചു ചേർന്നുള്ള ഒരു ഓർക്കസ്ട്ര സങ്കല്പിച്ചു നോക്കൂ. എല്ലാം ഒരു ഹാർമണിയിൽ പ്ലേ ചെയ്യുമ്പോൾ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു സംഗീതമുണ്ടാകുന്നു. അതുപോലെ സിനർജിയും ഉണ്ടാകുന്നത് വ്യത്യസ്ത ആശയങ്ങൾ, അനുഭവങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവ ഈഗോ ഇല്ലാതെ കൂടിച്ചേരുമ്പോഴാണ്. എന്നാൽ നമ്മളിൽ പലരും ഭയപ്പെടുന്നു. മറ്റൊരാളുടെ ആശയം മികച്ചതായിരിക്കുമോ എന്നോ, നമ്മുടെ ചിന്താഗതി മാറ്റേണ്ടി വരുമോ എന്നോ, നമ്മൾ അവരെക്കാൾ താഴ്ന്നു പോകുമോ എന്നൊക്കെ. ഇത്തരത്തിലൊക്കെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ സിനർജി സാധ്യമാകുന്നത് നമ്മൾ സ്വയം തുറന്നു കൊടുക്കുമ്പോഴാണ്. എനിക്കെല്ലാം അറിയില്ലെന്നും മറ്റൊരാളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമെന്നും നമ്മൾ അംഗീകരിക്കുമ്പോഴാണ്. സിനർജി എന്നാൽ ഒത്തുതീർപ്പല്ല. ഒത്തുതീർപ്പിൽ ഇരുപക്ഷത്തിനും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ സിനർജിയിൽ ഇരുപക്ഷവും പുതിയതെന്തെങ്കിലും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് വ്യക്തിപരമായി ഒരിക്കലും സാധ്യമല്ലാത്ത ഒന്നായിരിക്കും. ഓരോ ബന്ധത്തിലും, ഓരോ ടീമിലും, ഓരോ സംഭാഷണത്തിലും ഈ ചിന്താഗതിയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതായത്, നമ്മൾ പരസ്പരം വെട്ടിമുറിക്കുകയല്ല, മറിച്ച് ഒരുമിച്ച് ചേരുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, തീർച്ചയായും ഉണ്ടായിരിക്കും. എന്നാൽ ആ സംഘർഷം വിനാശകരമാകില്ല, മറിച്ച് ആ സംഘർഷത്തിൽ നിന്ന് പുതിയ പരിഹാരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം 2 പേർ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ ഒരു ഏറ്റുമുട്ടൽ എന്തായാലും ഉണ്ടാകും. അവിടെ ബഹുമാനം നിലനിർത്തുകയാണെങ്കിൽ ആ ഏറ്റുമുട്ടലിൽ നിന്ന് സർഗാത്മകതയായിരിക്കും പുറത്തു വരിക. സിനർജിയുടെ ഏറ്റവും മനോഹരമായ കാര്യം അത് ഫലങ്ങളെ മാത്രമല്ല, ബന്ധങ്ങളെയും മാറ്റുന്നു എന്നതാണ്. നിങ്ങൾ ഒരാളുടെ വാക്കുകൾ തുറന്ന മനസ്സോടെ കേൾക്കുമ്പോൾ, അവരുടെ ആശയങ്ങളെ ഗൗരവമായി എടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ശാക്തീകരിക്കപ്പെട്ടതായി തോന്നും. അപ്പോൾ വിശ്വാസം ഉടലെടുക്കും. ഈ വിശ്വാസമാണ് എല്ലാ വലിയ സഹകരണങ്ങളുടെയും അടിസ്ഥാനം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു ടീമിലായിരിക്കുമ്പോഴോ ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴോ ചിന്തിക്കുക, എനിക്ക് വെറും ജയിക്കണോ അതോ നമുക്കൊരുമിച്ച് മനസ്സിലാക്കി മുന്നോട്ടു പോകണോ എന്ന്. ലോകത്തെ ഒറ്റയ്ക്ക് കീഴടക്കാൻ ഒരാൾക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഓരോ വ്യക്തിയുടെയും യുണീക്നെസ് ഒരു മുതൽക്കൂട്ടായി മാറി ഈ ലോകം തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ ഒറ്റയ്ക്കുള്ള നിങ്ങളുടെ ശക്തിക്ക് സാധിക്കുന്നതിനേക്കാൾ എത്രയോ വളരാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയും. 7ാമത്തെയും അവസാനത്തെയും ശീലമായ അരം മൂർച്ച കൂട്ടുക എന്ന കാര്യം നോക്കാം നമുക്ക്. ഒരാൾ കാട്ടിൽ മരം വെട്ടുകയാണെന്ന് സങ്കല്പിക്കുക. അയാൾ വിയർത്ത് കുളിച്ചിട്ടും മരം മുറിയുന്നില്ല. നിങ്ങൾ അടുത്തു ചെന്ന് ചോദിക്കുന്നു, സുഹൃത്തെ, എന്തുകൊണ്ടാണ് അരം മൂർച്ച കൂട്ടാത്തത്? ക്ഷീണിതനായ മനുഷ്യൻ മറുപടി പറയുന്നത് എന്താണെന്നോ? സമയമില്ല കൂട്ടുകാരാ, എത്രയും പെട്ടെന്ന് ഈ മരം വെട്ടി തീർക്കണമെന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയാണോ ചിന്തിക്കുന്നത്? ജോലിയുടെ ഭാരം, ഉത്തരവാദിത്വങ്ങളുടെ കുത്തൊഴുക്ക്, സമയപരിധികൾ, സമ്മർദ്ദം, മാനസിക പിരിമുറുക്കം ഇവയെല്ലാമായി ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? നിർത്താതെ, ക്ഷീണിക്കാതെ, ചിന്തിക്കാതെ വെറുതെ മുന്നോട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിർത്താതെ, ഒന്നും ചിന്തിക്കാതെ വെറുതെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇനിയെങ്കിലും അരം മൂർച്ച കൂട്ടാതെ നിങ്ങൾ മുന്നോട്ടു പോകുന്നതിൽ ഒരു പ്രയോജനവുമില്ല. സ്വയം റീചാർജ് ചെയ്യുക, പുതുക്കുക, വീണ്ടും തയ്യാറാകുക. കാരണം നമ്മൾ സ്വയം ഇടയ്ക്കിടെ പുതുക്കിയില്ലെങ്കിൽ പതിയെ പതിയെ ക്ഷീണിക്കും, തളർന്നു പോകും. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മളെ നഷ്ടമാകും, വ്യക്തിത്വം നഷ്ടമാകും. നമുക്ക് ആരാകണോ ആ വ്യക്തിയായിരിക്കാൻ സാധിക്കില്ല. അരം മൂർച്ച കൂട്ടുക എന്നതിനർത്ഥം നിങ്ങളുടെ ഉള്ളിലെ 4 തലങ്ങളെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നതാണ്. ആ 4 തലങ്ങൾ ഏതാണെന്ന് ഞാൻ പറയാം. ആദ്യത്തെ തലം എന്ന് പറയുന്നത് ശാരീരികമാണ്, ഫിസിക്കൽ. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ആരോഗ്യം എന്നിവ. നിങ്ങൾക്ക് മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? നിങ്ങൾ ദിവസവും നടക്കുന്നുണ്ടോ, ചലിക്കുന്നുണ്ടോ, ജീവിക്കുന്നുണ്ടോ എന്നെല്ലാം ഉറപ്പുവരുത്തുക.
രണ്ടാമത്തെ തലം മാനസികമാണ്. നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ ദിവസവും പുതിയതെന്തെങ്കിലും പഠിക്കുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ, അതോ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുകയാണോ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും എക്സസൈസുകൾ ചെയ്യുമ്പോഴുമെല്ലാം നിങ്ങളുടെ മനസ്സ് റീസെറ്റ് ആവും. ശാന്തത, സമാധാനം എന്ന ഘടകങ്ങളിലേക്ക് അത് കടന്നു ചെല്ലും. അങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ മനസ്സിന് വ്യക്തതയുണ്ടാകൂ. ആത്മനിയന്ത്രണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കൂ. മാത്രമല്ല, നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും ഇതിലൂടെ കൈവരും. അതിനാൽ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് വൈകാരികമാണ്, അല്ലെങ്കിൽ സാമൂഹിക തലം. നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾക്ക് സമയം നൽകുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെ തന്നെ കേൾക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? അതോ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനുമുള്ള ഓട്ടത്തിനിടയിൽ നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ ജീവിക്കുകയാണോ? ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഇമോഷണൽ സോഷ്യൽ ബാലൻസ് നിങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ജീവിതത്തിൽ വെറുതെ തിരക്കേറി നടന്നിട്ട് കാര്യമില്ല. പകരം നിങ്ങളുടെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുക. നിങ്ങളുടെ മനസ്സ് എന്താണ് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യമാണോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇത് ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. കൂടുതൽ പോസിറ്റീവായിരിക്കാനും സഹായിക്കും. നാലാമത്തെ തലം എന്ന് പറയുന്നത് ആത്മീയതയാണ്, സ്പിരിച്വൽ. രാവിലെ നിങ്ങൾ ഉണരുന്നത് എന്തിനാണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭക്ഷണം കഴിക്കാനും ജോലിക്ക് പോകാനും അങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? അല്ല. അതിനപ്പുറം എല്ലാ വ്യക്തികൾക്കും ഒരു ജീവിത ലക്ഷ്യമുണ്ടായിരിക്കണം. നിങ്ങൾ സന്തോഷവാനായിരിക്കുക, സമാധാനമായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കുക? സാമ്പത്തിക ആവശ്യത്തിന് മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ ജോലി ചെയ്യുന്നത്. അപ്പോൾ സമാധാനവും സന്തോഷവും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യവുമായിരിക്കും. അതിന് മറ്റു പല വഴികൾ തേടേണ്ടി വരും. അവനവനെ കേട്ട് എന്താണ് അവനവന് ആവശ്യം എന്ന് തിരിച്ചറിയാനും നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ പരിശ്രമിക്കുക. ആ ഒരു ചോദ്യം നിങ്ങളെ തീർച്ചയായും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ സഹായിക്കും. അരം മൂർച്ച കൂട്ടുക എന്ന ശീലം വെറും ആഡംബരമല്ല, അതൊരു അതിജീവനമാണ്. കാരണം നിങ്ങൾ സ്വയം പോഷണം നൽകുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കായി നൽകാൻ നിങ്ങളിൽ ഒന്നുമുണ്ടാവില്ല. നിങ്ങൾ അവസാനമായി എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തത്? ഒരു പുസ്തകം വായിച്ചോ, ഒരു നടത്തത്തിനിറങ്ങിയോ, ഒരാളോട് ഹൃദയം തുറന്ന് സംസാരിച്ചോ, അതോ ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും നിങ്ങൾ ചെയ്തത് എപ്പോഴാണ്? നിങ്ങളെ കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. ഓർക്കുക, സ്വയം പരിപാലിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് നിങ്ങളിൽ നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണ്. ഈ ശീലത്തിന്റെ മാന്ത്രികത ആരംഭിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ്. നിങ്ങൾ സ്വയം സമയം നൽകുന്നില്ലെങ്കിൽ പതിയെ പതിയെ നിങ്ങളുടെ ഉൽപാദനക്ഷമത, നിങ്ങളുടെ സർഗാത്മകത, നിങ്ങളുടെ മാനുഷികത എന്നിവയെല്ലാം മങ്ങിപ്പോകും. അരം മൂർച്ച കൂട്ടുക എന്നാൽ നിർത്തുക, ചിന്തിക്കുക, എന്നിട്ട് ഊർജ്ജസ്വലനായി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക എന്നതാണ്. അതുകൊണ്ട് രാവിലെ നേരത്തെയുള്ള ശാന്തമായ നിമിഷങ്ങളായാലും പ്രിയപ്പെട്ട പുസ്തകത്തിൻ്റെ ഏതാനും പേജുകളായാലും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന എന്ത് കാര്യമായാലും ഓരോ ചെറിയ ചുവടും നിങ്ങളെ വീണ്ടും വീണ്ടും മൂർച്ചയുള്ളവനാക്കി മാറ്റും. മൂർച്ചയുള്ള ഒരു അരം കുറഞ്ഞ പ്രയത്നത്തിൽ കൂടുതൽ മുറിക്കുന്നു. മൂർച്ചയുള്ള ഒരു വ്യക്തി കുറഞ്ഞ സമ്മർദ്ദത്തിൽ കൂടുതൽ നേടുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുക. നിങ്ങൾ എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയും, എല്ലാ മാസവും നിങ്ങളുടെ ഉള്ളിലെ അരം മൂർച്ച കൂട്ടുമെന്ന്. അങ്ങനെ നിങ്ങൾ വിജയിക്കുക മാത്രമല്ല, സ്ഥിരതയുള്ളതും സത്യസന്ധനുമായ ഒരു വ്യക്തിയായി നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അവയെക്കുറിച്ച് ഒന്നുകൂടി ഓർത്തെടുക്കാം. നമ്മൾ 7 ശീലങ്ങളെക്കുറിച്ചാണ്
ഇവിടെ സംസാരിച്ചത്. പക്ഷേ ഇത് പുസ്തകത്തിലെ വെറും 7 ശീലങ്ങൾ മാത്രമായിരുന്നില്ല. നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന 7 വാതിലുകളാണ്, വഴിത്തിരിവുകളാണ്. ഈ പുസ്തകം ലോകത്തെ എങ്ങനെ മാറ്റാമെന്നല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് സ്വയം എങ്ങനെ മാറണമെന്നാണ് പഠിപ്പിക്കുന്നത്. ഉള്ളിൽ നിന്ന് ആഴത്തിൽ സത്യസന്ധമായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഇതിൽ പറയുന്ന ശീലങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ. യഥാർത്ഥത്തിൽ കഴിവുള്ള ആളുകൾ വെറുതെ സംസാരിക്കുന്നവരല്ല, മറിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരും തങ്ങളുടെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും കേൾക്കാനും മനസ്സിലാക്കാനും അറിയുന്നവരുമാണ്. തുടർന്ന് വിവേകത്തോടെയും ബോധപൂർവവും ഉദ്ദേശ്യത്തോടെയും പ്രവർത്തിക്കുന്നവരാണ് കഴിവുള്ള ആളുകൾ. ഓരോ ശീലവും ഒരു പുതിയ കണ്ണാടിയാണ്. അവിടെ നമ്മൾ നമ്മുടെ ബലഹീനതകളെ ഭയപ്പെടുന്നില്ല, മറിച്ച് അവയെ തിരിച്ചറിഞ്ഞ് വളരുന്നു. സാഹചര്യങ്ങളെക്കുറിച്ച് വിലപിക്കുന്നത് നിർത്തി മുൻകൈയെടുക്കാനും പ്രതികരണം തിരഞ്ഞെടുക്കാനും നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാണ് പ്രോ ആക്റ്റീവ് ആയിരിക്കുക എന്നത്. ഒരു ദിവസം എല്ലാം അവസാനിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വന്തം അവസാനം മനസ്സിൽ കണ്ടുവേണം ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും ജീവിക്കാൻ. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നതിന് അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുക. അത് ലക്ഷ്യബോധം നൽകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. വെറുതെ തിരക്കിലായിരിക്കാതെ മറിച്ച് ശരിയായ കാര്യങ്ങൾക്ക് ശരിയായ സമയം നൽകുന്നതാണ് യഥാർത്ഥ വിജയമെന്ന് നമ്മൾ ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കി. വ്യക്തിഗത വിജയങ്ങളെക്കാൾ മാധുര്യമേറിയത് ഒരുമിച്ചുള്ള വിജയങ്ങൾക്കാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിലും സന്തോഷിക്കാൻ പഠിക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കേൾക്കാൻ ശ്രമിച്ചാലേ അവരും നിങ്ങളെ കേൾക്കൂ. പിന്നെ സഹകരണത്തിൻ്റെ മാന്ത്രികതയും ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 പേർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും ഭിന്നിപ്പിക്കാൻ ഇടവരുത്തരുത്. പകരം അത് വളരാനുള്ള വഴിയായി മാറണം. ഒറ്റയ്ക്ക് നിന്ന് നേടുന്നതിനേക്കാൾ ഒന്നിച്ചു നിന്നാൽ നേടാനാകും. ഏറ്റവും ഒടുവിലായി അരം മൂർച്ച കൂട്ടുക എന്ന ശീലമാണ് കൊണ്ടുവരേണ്ടത്. ജീവിതത്തിലെ തിരക്കിൽ ഓടി ഓടി എല്ലാവരും ക്ഷീണിക്കുന്നു. എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ ഒന്ന് നിർത്തി സ്വയം പുതുക്കുക. അങ്ങനെ പുതുക്കുന്നവരാണ് ജീവിതയോട്ടത്തിൽ യഥാർത്ഥ വിജയിയാകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ശക്തമായ ശീലങ്ങൾ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തോ എന്നല്ല, മറിച്ച് നിങ്ങൾ അവ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നാണ് അറിയേണ്ടത്. ഒരു പുതിയ തുടക്കത്തിനായി നിങ്ങൾ റെഡിയാണോ? സ്വയം ഒരു പുതിയ ദിശാബോധം നൽകാൻ, ഒരു സ്വപ്നം മാത്രമായവയെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ ഇന്നത്തെ ഈ പുസ്തകം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ നിങ്ങൾക്കൊരവസരം നൽകിയെങ്കിൽ, ഇവിടെ നിന്ന് തന്നെ തുടങ്ങുക. മാറ്റം എപ്പോഴും പുറത്തു നിന്ന് വരുന്നില്ല, അത് ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഇതിൽ പറഞ്ഞ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശീലം ഏതാണെന്നും എന്തുകൊണ്ടാണെന്നും കമൻറ്റിൽ അറിയിക്കുക. ഇങ്ങനെയുള്ള ശക്തമായ പുസ്തകങ്ങളും ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓഡിയോപീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിവിടെ പുസ്തകങ്ങൾ കേൾപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ ഉണർത്തുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു പുതിയ പുസ്തകത്തോടും ഒരു പുതിയ ചിന്തയോടും കൂടി കാണാം. നന്ദി.